സ്റ്റുഡൻസ്, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ക്യാപിറ്റൽ ഗെയിൻ എക്സംപ്റ്റ് ഫ്രം ടാക്സ് എന്നതിലെ നെക്സ്റ്റ് എക്സംഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. തേർഡ് എക്സംഷൻ, അതായത് സെക്ഷൻ 54B. ഓക്കെ, എക്സംഷൻ എന്താണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ ഗെയിൻ അറൈസിംഗ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്. ഓക്കെ, ദാറ്റ് ഈസ് ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്ത് അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻ. അവിടെ അഗ്രികൾച്ചറൽ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ ഈ അഗ്രികൾച്ചറൽ ലാൻഡ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ആൻ അർബൻ ഏരിയ. അർബൻ ഏരിയയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് ആയിരിക്കണം. ഇനി ഇത് ആർക്കാണ് എക്സംഷൻ കിട്ടുന്നത് എന്ന് വെച്ചാൽ ഇൻഡിവിജ്വലിനും അതുപോലെ തന്നെ HUF-നുമാണ് എക്സംഷൻ കിട്ടുന്നത്. ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ HUF-ഓ ആ ഒരു അഗ്രികൾച്ചറൽ ലാൻഡിന്റെ ഓണർ ആയിരിക്കണം. ഓക്കെ, ദെൻ അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഈ അഗ്രികൾച്ചറൽ ലാൻഡ് ഈ ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന്റെ പാരന്റോ അല്ലെങ്കിൽ HUF-ഓ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് 2 വർഷം മുമ്പ് അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ള 2 വർഷങ്ങളിൽ ഇൻഡിവിജ്വലോ ഇൻഡിവിജ്വലിന്റെ പാരന്റ്സോ അല്ലെങ്കിൽ HUF ഇവര് ആരാണോ അസോസിയേറ്റ് വരുന്നത് അവര് ഈ ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് തൊട്ടു മുന്നത്തെ 2 വർഷത്തോളം അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ അടുത്തത് പറയുന്നത് ഈ അഗ്രികൾച്ചറൽ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്ത് ഒരു 2 വർഷത്തിനുള്ളിൽ അഗ്രികൾച്ചറൽ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒരു 2 വർഷത്തിനുള്ളിൽ അസസി എന്ത് ചെയ്തിരിക്കണം? ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് ഇതിനകത്ത് കണ്ടീഷൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 54B-യില് എക്സംഷൻ കിട്ടാനുള്ള കണ്ടീഷൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത്രയുമാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് നോക്കാനുള്ളത് എത്ര എമൗണ്ട് ആണ് എക്സംഷൻ കിട്ടുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഇതിനു മുൻപുള്ള എക്സംഷൻസിലൊക്കെ പഠിച്ചതുപോലെ തന്നെയാണ് ഈ അഗ്രികൾച്ചറൽ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്ത് 2 വർഷത്തിനുള്ളിൽ പുതിയ ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അസസിക്ക് എക്സംഷൻ കിട്ടും. അങ്ങനെ 2 വർഷത്തിനുള്ളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ആ കിട്ടിയിരിക്കുന്ന ട്രാൻസ്ഫർ ചെയ്ത് അഗ്രികൾച്ചറൽ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയിരിക്കുന്ന ആ ഒരു ക്യാപിറ്റൽ ഗെയിൻ ഫുള്ളായിട്ട് പുതിയ അഗ്രികൾച്ചറൽ ലാൻഡ് പർച്ചേസ് ചെയ്യാൻ യൂസ് ചെയ്താൽ ആ കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ ഫുള്ളായിട്ട് എക്സംപ്റ്റഡ് ആണ്. അതല്ല, ആ കിട്ടിയ അഗ്രികൾച്ചറൽ ലാൻഡിൽ നിന്ന് കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ, അഗ്രികൾച്ചറൽ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ ഒരു പാർട്ട് മാത്രമാണ് പുതിയ അഗ്രികൾച്ചറൽ ലാൻഡ് പർച്ചേസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ ആ ഉപയോഗിച്ച അത്രയും എമൗണ്ടിന് എക്സംഷൻ കിട്ടും, ബാക്കിയുള്ളത് ടാക്സബിൾ ആയിരിക്കും. ഓക്കെ, ഇനി മറ്റൊരു കാര്യം അതിൽ എക്സംഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റിലോ അല്ലെങ്കിൽ അതിനു മുൻപോ അസസിക്ക് എന്ത് ചെയ്യാം? ഈ ക്യാപിറ്റൽ ഗെയിൻ ഒരു ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം 1988 എന്ന ഒരു സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ എക്സംഷൻ കിട്ടണമെങ്കിൽ ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് 2 വർഷത്തിനുള്ളിൽ അസസി വിഡ്രോ ചെയ്തിട്ട് എന്ത് ചെയ്തിരിക്കണം? അഗ്രികൾച്ചറൽ ലാൻഡ് പർച്ചേസ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ അതിൽ മറ്റൊരു കാര്യം പറയുന്നത് കുറച്ച് എമൗണ്ട് ഈ ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയിരിക്കുന്നതിൽ കുറച്ച് എമൗണ്ട് പുതിയ അഗ്രികൾച്ചറൽ ലാൻഡ് പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ കുറച്ച് എമൗണ്ട് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിലും ഡെപ്പോസിറ്റ് ചെയ്താൽ 2 എമൗണ്ടിനും കൂടെ ചേർത്ത് ഇവിടെ എന്ത് കിട്ടിയിരിക്കും? എക്സംഷൻ കിട്ടിയിരിക്കും. ഓക്കെ,
ഇനി അത് വിഡ്രോ ചെയ്തില്ല എന്ന് വിചാരിക്കുക. ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിലുള്ള എമൗണ്ട് ഈ പറയുന്ന 2 വർഷത്തിനുള്ളിൽ വിഡ്രോ ചെയ്തില്ല എങ്കിൽ ആ എമൗണ്ടിന് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് പ്രീവിയസ് ഇയറിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്ത് അതിന് അസസിങ് ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇതാണ് തേർഡ് സെക്ഷൻ 54B, അതായത് ക്യാപിറ്റൽ ഗെയിൻ അറൈസിംഗ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് എന്ന ആ ഒരു എക്സംഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 54D ആണ്, അതായത് 4ാമത്തെ എക്സംഷൻ സെക്ഷൻ 54D. അതായത് സെക്ഷൻ 54Dയിൽ പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ ഓൺ അറൈസിംഗ് ഓൺ കമ്പൽസറി അക്വിസിഷൻ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. അതായത് ലോ അനുസരിച്ചിട്ട് ഗവൺമെന്റ് ഒരു അസസിയുടെ ലാൻഡോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങോ കമ്പൽസറി ആയിട്ട് അക്വയർ ചെയ്താൽ, ഗവൺമെന്റ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, അതാണ് 4ാമത്തെ എക്സംഷൻ പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 54D. ഇനി ഇതിലും കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട് എക്സംഷൻ കിട്ടണമെന്നുണ്ട് എങ്കിൽ. കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ കമ്പൽസറി അക്വിസിഷൻ വഴി ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുന്ന ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അസസിയുടെ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കണം. അതായത് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്, ഒരു മിനറൽസോ അല്ലെങ്കിൽ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആയിരിക്കണം. ഓക്കെ, ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ഈ ഒരു അസറ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഗവൺമെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപുള്ള 2 വർഷത്തോളമെങ്കിലും അസസിയുടെ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന് വേണ്ടി ആ ഒരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, ട്രാൻസ്ഫർ ചെയ്യുന്നതിന് 2 വർഷം മുൻപ്. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപുള്ള 2 വർഷത്തോളം അസസിയുടെ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ക്യാരി ഓൺ ചെയ്യാനായിട്ട് ആ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ദെൻ 3ാമത്തെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ട്രാൻസ്ഫർ ചെയ്ത് 3 വർഷത്തിനുള്ളിൽ അസസി എന്ത് ചെയ്തിരിക്കണം, പുതിയ ഒരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന, ആ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റീ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടോ, ഓക്കെ, അതിനു വേണ്ടിയിട്ട് അസസി എന്ത് ചെയ്തിരിക്കണം, ട്രാൻസ്ഫർ ചെയ്ത് 3 വർഷത്തിനുള്ളിൽ പുതിയ ഒരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്വയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഈ ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് സെറ്റപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ റീ എസ്റ്റാബ്ലിഷ് ചെയ്യാനോ അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാനോ വേണ്ടിയിട്ട്. ക്ലിയർ? ഇനി ഇതില് ക്വാണ്ടം ഓഫ് എക്സംഷൻ ആണ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്. ഈ സെക്ഷൻ 54Dയിലെ ക്വാണ്ടം ഓഫ് എക്സംഷൻ. ആ എക്സംഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സെക്ഷൻ 54ൽ പഠിച്ചിരിക്കുന്ന അത് തന്നെയാണ്. ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റെസിഡൻഷ്യൽ ഹൗസ് ആണ് എക്സംഷന്റെ കേസിൽ പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ഓക്കെ, അപ്പൊ അതില് എക്സംഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, അസസിക്ക് എന്ത് ചെയ്യാവുന്നതാണ്, എക്സംഷൻ കിട്ടണമെങ്കിൽ 3 വർഷത്തിനുള്ളിൽ ഈ അസറ്റ് ഗവൺമെന്റ് ഏറ്റെടുത്ത് ആ 3 വർഷത്തിനുള്ളിൽ അസസി എന്ത് ചെയ്തിരിക്കണം, പുതിയ ഒരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഈ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് നടത്താനായിട്ട് അക്വയർ ചെയ്തിരിക്കണം. അങ്ങനെ അക്വയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എമൗണ്ട്, എന്തിൽ നിന്ന് ഉപയോഗിക്കുന്ന എമൗണ്ട്, കിട്ടിയ ആ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയ ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും ഉപയോഗിക്കുന്ന എമൗണ്ടിന് അസസിക്ക് എക്സംഷൻ കിട്ടും. അത് ഫുള്ളായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഈ പുതിയ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാങ്ങിക്കാൻ ഫുള്ളായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫുൾ എമൗണ്ടിനും എക്സംഷൻ കിട്ടും. അതല്ല
ഒരു പാർട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ ആ ഉപയോഗിച്ചിരിക്കുന്ന എമൗണ്ടിന് എക്സംഷൻ കിട്ടും, ബാക്കിയുള്ളതിന് ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യാവുന്നതാണ്, ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം 1988 ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, 3 വർഷത്തിനുള്ളിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആ ഡ്യൂ ഡേറ്റിന് മുൻപോ അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റിലോ എന്ത് ചെയ്യാം, ആ ഒരു സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്തിരിക്കണം, 3 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യുക, ആ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് അസസി വിഡ്രോ ചെയ്ത് എന്ത് ചെയ്യണം, പുതിയ ഒരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് പർച്ചേസ് ചെയ്യാനായിട്ട് യൂട്ടിലൈസ് ചെയ്തിരിക്കണം. അങ്ങനെ യൂട്ടിലൈസ് ചെയ്തില്ല എങ്കിൽ അസസിക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്ന ആ ഒരു എക്സംഷൻ അസസിങ് അതോറിറ്റി വിഡ്രോ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും, ആ വിഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നേരത്തെ കിട്ടിയ ആ ക്യാപിറ്റൽ ഗെയിന് ഇപ്പോൾ അസസിങ് ടാക്സ് പേ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതാണ് സെക്ഷൻ 54D എക്സംഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്.